വെറും ഒരു ബംഗ്ലാവ് സൂക്ഷിപ്പാനായി എന്നെ ഈ നിലയിൽ എത്തിച്ച വലിയ മുത്തപ്പ എനിക്ക് മരണം വരെ ദീർഘായുസ് തരണേ. 50 വയസ്സിൽ തട്ടിക്കളഞ്ഞേക്കല്ലേ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എന്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തുപോകും. ബിജെപിയുമായോ എൻഡിഎയുമായോ 2020യുമായോ ഇനി യാതൊരു ബന്ധവുമില്ല. സ്വതന്ത്ര നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. നാട്ടുകാർ എന്നെ ഇപ്പൊ അരണ അബ്ദു എന്നാണ് വിളിക്കാറ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്നാൽ പോലും ഞാനൊരു വലിയ വർഗീയവാദിയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ 3 മാസം കൊണ്ട്. ഇപ്പൊ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെങ്കിൽ എനിക്കും 70,000 ഫോളോവേഴ്സിനെ നഷ്ടപ്പെട്ടു. എന്റെ മദ്യവും കുടിച്ച് എന്റെ മുഖത്തന്നെ നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ. ചേച്ചി എനിക്കൊരു 100 രൂപ തരൂ. അയ്യോ മോനെ, കച്ചവടം ഒന്നും ആയിട്ടില്ലടാ. ആരെങ്കിലും പരിപാടി എനിക്ക് ഞാൻ തരാം. നീ ഒന്ന് പിടിച്ചേ, ഞാൻ ചായ കുടിച്ചിട്ടും വരാം. നീ ഇവിടെ നിൽക്ക്. ആരെങ്കിലും പരിപാടി എനിക്ക് അപ്പ കാശ് ഞാൻ തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോ തോന്നിയെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എന്റെ അടുത്ത് ഇവർക്കാണ്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. അതെ, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൊല്ലം കുറെ ആയി. 40 കോടിയോളം രൂപ 2020ക്ക് ബിജെപിയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. മാങ്ങ ചാണകത്തിൽ വീണു എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട് പോയവരാണ് മത്സരിച്ച ഭൂരിഭാഗം പേരും. അതിന് കാരണക്കാരനായ മനുഷ്യൻ അങ്ങേരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുകയും നമുക്കതുകൊണ്ട് പഴി കേൾക്കേണ്ടി വരേണ്ട ആ ഭാരം, ആ വിഴുപ്പ് ഞാൻ പേറേണ്ട കാര്യമില്ല. അത് ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പോകു. ഒരു ദിവസം മാത്രമാണ് 2020യുടെ ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്നും. അവിടെയും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെ പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. ഒരു വാക്ക് തന്റെ നിഘണ്ടുവിലുണ്ടോ? എന്താണ്? 6ാമത്തെ വയസ്സിൽ കോളറ വന്നപ്പോ എന്റെ നിഘണ്ടു ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനൊരു നിഘണ്ടു ഇല്ലാത്തവനാണെന്ന് പുറത്ത് ആരോട് പറയരുത്. വെറുതെ അല്ല നാട്ടുകാർ ഇയാൾ അരണബ്ദു എന്ന് വിളിക്കുന്നത്.